ADGP MR അജിത് കുമാറിനും പി ശശിക്കും സ്ഥാനചലനമില്ല. അജിത് കുമാറിന്റെ സ്ഥാനമാറ്റം ഒഴിവാക്കിയത് മുഖ്യമന്ത്രി നേരിട്ടാണ്. അതേസമയം ADGP അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണം DGP അന്വേഷിക്കും. പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച മുഖ്യമന്ത്രി. വിവരങ്ങൾ നൽകാനായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തൊക്കെയാണ് കൂടുതലായ വിശദാംശങ്ങൾ? അഞ്ജന, കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിലമ്പൂർ MLA PV അൻവർ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും ഒപ്പം തന്നെ ADGP MR അജിത് കുമാറിന് നേരെയും നടത്തിയിട്ടുള്ളത്. ഈ പരാമർശങ്ങളടക്കം വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് പോയൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിലാണ് MR അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഇന്നലെ കോട്ടയത്ത് ഔദ്യോഗികമായി ഒരു പൊതു പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിലാണിപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ADGP അജിത് കുമാറിനെ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനായി ചുമതലപ്പെടുത്താനും സർക്കാർ തലത്തിൽ ധാരണയായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഉടൻ തന്നെ ഇറങ്ങുമെന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ട് തന്നെയായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ADGP റാങ്കിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും അതിനേക്കാൾ മുകളിൽ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് പ്രോട്ടോകോൾ. ഇതിന്റെ ഭാഗമായിട്ടാണ് DGP റാങ്കിലുള്ള ഒരാളെ തന്നെ നിയോഗിക്കാനുള്ള ധാരണ ഇന്നലെ തന്നെ സർക്കാർ തലത്തിലായത്. പക്ഷെ ഔദ്യോഗികമായി സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഈ അന്വേഷണം നടത്തുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. IG വർജൻ കുമാർ, DIG തോംസൺ ജോസ്, SP മാരായ S മധുസൂദനൻ, A ഷാനവാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് ആരോപണങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന്റെ തലവൻ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആയിരിക്കും. അധികം ബാക്കി ഉണ്ടാകില്ല, അല്ലെങ്കിൽ അധിക സർവീസ് ബാക്കിയില്ല എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു വിപുലമായ ഒരു സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഭാവിയിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തേണ്ട IPS ഉദ്യോഗസ്ഥരാണ് MR അജിത് കുമാർ. സ്വാഭാവികമായും അങ്ങനെ വന്നാൽ ഇദ്ദേഹത്തിന്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുതയായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെയാണ് ഉന്നതതല സംഘം അന്വേഷണം നടത്തുക എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി സ്ഥാനത്ത് നിന്ന് മാറില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റില്ല എന്നുള്ളതും വ്യക്തമാവുകയാണ്. കാരണം P ശശിക്കെതിരെ അടക്കം ഗുരുതര ആരോപണങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ P ശശിയെയും മാറ്റേണ്ടി വരും എന്നതാണ് ഇരുവരെയും നിലനിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താനുള്ള നീക്കത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഇന്നലെ രാവിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതെങ്കിൽ ഔദ്യോഗികമായ അന്വേഷണത്തിനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ തീരുമാനിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ ഔദ്യോഗിക തീരുമാനം വന്നിരിക്കുകയാണ്. അഞ്ജന.